വിഷയം വളരെ സജീവ ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിലും കൊണ്ടുവരുന്നുണ്ട് ഇടത് കോൺഗ്രസ് എംപിമാർ. എന്താണ് കാര്യത്തിൽ തങ്ങളുടെ സിനിമാ പ്രവർത്തനം കൂടിയല്ലേ? വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്, അത്ര എനിക്ക് പറയാനൊക്കെ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ, അത് മാത്രമാണ് നടക്കുന്നത്. കേരളത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. അത് വെച്ച് മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എമ്പുരാനിൽ സെൻസർ ബോർഡിന്റെ 24 വെട്ട സെൻസർ രേഖകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. സ്ത്രീകൾക്കെതിരായ അക്രമരംഗങ്ങൾ മുഴുവനും ഒഴിവാക്കി. NIA പറ്റി പരാമർശിക്കുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു. നന്ദി കാർഡിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആശംസ് സിദ്ധാർത്ഥ് ചേരുന്നു. ആശംസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പുതിയതായി വരുന്ന റീ എഡിറ്റഡ് വേർഷനിൽ ഒഴിവാക്കിയിട്ടുള്ളത്? മോത്തി, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, അതായത് സെൻസർ ബോർഡിന്റെ ഏറ്റവും പുതിയ കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, സിനിമ 3 മണിക്കൂറോളം ഡ്യൂറേഷൻ ഉള്ളതാണ് സിനിമ. ആ സിനിമയിൽ നിന്ന് 2 മിനിറ്റ് 8 സെക്കൻഡ് ഭാഗങ്ങളാണ് നിലവിൽ വെട്ടിയിട്ടുള്ളത്. അതായത് നേരത്തെ പറഞ്ഞത് 17ഓളം രംഗങ്ങളാണ് ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോകുന്നത് എന്നാണ്. എന്നാൽ പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം 24 രംഗങ്ങളാണ് ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം എന്ന് പറയുന്നത് സിനിമയിലെ തുടക്ക ഭാഗത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയെ, ഗർഭിണിയായ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു, 30 സെക്കൻഡോളം നീളം വരുന്നത്. അത് മുഴുവനായി നീക്കം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ NIA പേര് പരാമർശിക്കുന്ന ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നു. ബജ്രംഗി ബാബ എന്ന പേരിലുള്ള വില്ലന്റെ പേരുണ്ട്, ആ പേര് ഒന്നെങ്കിൽ നീക്കം ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു പേര് അതിന് സമാനമായി ഓവർലാപ്പ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അവിടെ മ്യൂട്ട് ചെയ്യും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും 2 മിനിറ്റും 8 സെക്കൻഡും ഈ നേരം ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ശരി ആശംസ. 2 മിനിറ്റ് 8 സെക്കൻഡ് നേരമാണ് ഈ സിനിമയിൽ നിന്നും എഡിറ്റ് ചെയ്ത് മാറ്റുക. അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെയും മാറ്റിയ ശേഷമായിരിക്കും പുനർപ്രദർശനത്തിന് എത്തിക്കുക. അന്യഭാഷയിൽ ഒരു ബിഗ് ബഡ്ജറ്റ് ഹൈ ക്വാളിറ്റി സിനിമകൾ പുറത്തിറങ്ങിയാൽ അത് ഇരുകൈയും നീട്ടിയാണ് നമ്മുടെ മലയാളികൾ സ്വീകരിക്കാറുള്ളത്. രാഷ്ട്രീയത്തിന്റെ പേരില് പല സിനിമകൾക്ക് വിലക്ക് നേരിടേണ്ടി വന്നപ്പോൾ പോലും ഗഹനമായിട്ട് അത് പഠിച്ച് ഘോരഘോരമായി പ്രസംഗിച്ചവർ തന്നെയാണ് മലയാളികൾ. എന്നാൽ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ സംഭവിച്ചപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ലൂസിഫർ ഫ്രാഞ്ചൈസിലെ 2ാമത്തെ സിനിമയായ L2 എമ്പുരാന് കേരളത്തിനകത്തും പുറത്തും മോഹൻലാലിനും പൃഥ്വിരാജിനും ഒരുമിച്ച് നൽകിയ അഭിമുഖങ്ങളിലും അതിലെ ഇരുവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സ്പഷ്ടമായിരുന്നു. സിനിമയുടെ ഓരോ ഘട്ടത്തിലും നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ നൽകിയ പിന്തുണയെക്കുറിച്ചും സംവിധായകൻ പൃഥ്വിരാജും വാചാലനായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ തന്നെ 4 ഭാഗത്തു നിന്നും 4 അഭിപ്രായങ്ങളാണ് വന്നത്. കഥ കേട്ടില്ലെന്നായി, വിശ്വാസ വഞ്ചനയായി എന്നും, രാജ്യദ്രോഹമായി എന്നൊക്കെയുള്ള പേരുകൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കേൾക്കേണ്ടി വരുന്ന പഴികളെല്ലാം. നിലവിലെ ഇതുവരെ സംവിധായകനും നായകനും നിർമ്മാതാവിനും ഒരേ അഭിപ്രായമോ ഒരേ തീരുമാനവുമാണ്. തിരക്കഥാകൃത്തായ മുരളി ഗോപി മാത്രം മൗനം പാലിച്ചു. അദ്ദേഹം മൗനം പാലിക്കുമ്പോഴും ക്ഷമ പറഞ്ഞ് കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാമെന്നായിരുന്നു മോഹൻലാൽ കരുതിയതും. എന്നാൽ അങ്ങനെ ഒരു ക്ഷമാപണം നടത്തിയത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ വിനയായി എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഒരു എമ്പുരാൻ സിനിമ കാരണം മോഹൻലാൽ നിലപാടില്ലാത്തവനെന്നും 2 വെള്ളത്തിൽ കാല് വെക്കുന്നവനെന്നും അതുപോലെ സ്വന്തമായിട്ട് ഒരു നിലപാടില്ലാത്ത ആള് എന്നൊക്കെയാണ് കേൾക്കാറുള്ളത്. അതേസമയത്ത് പൃഥ്വിരാജോ വിശ്വാസ വഞ്ചകനും രാജ്യദ്രോഹി. ഇതിന് മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തായാലും സിനിമയുടെ ഈ ഒരു വെട്ടിമാറ്റലും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു റീ എഡിറ്റിംഗ് സിനിമയാണ് പുറത്തു വരുന്നത്. എന്തിനാണ് റീ എഡിറ്റ് ചെയ്തതെന്ന് ഒരു പിടിയില്ല. കാരണം ഏകദേശം എല്ലാവരും കണ്ടു കഴിഞ്ഞു, ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞു. ഇനിയൊരു റീ എഡിറ്റിംഗിന്റെ ആവശ്യമുണ്ടായിരുന്നോ അറിയില്ല. എന്നാലും ഇപ്പോൾ നമ്മുടെ 200 കോടി ക്ലബ്ബ് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു സന്തോഷം മാത്രം തന്നെയാണ് ലാലേട്ടനും എന്താണ് FB പോസ്റ്റിലൂടെയൊക്കെ അറിയിച്ചത്, പൃഥ്വിരാജും അതുപോലെ ഷെയർ ചെയ്തതൊക്കെ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വരുമാനവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു ഹൈപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ തന്നെ 4-5 ദിവസം കൊണ്ടാണ് 200 കോടി ക്ലബിലേക്ക് ഈ ഒരു സിനിമ കടന്നു കയറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്ക് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളേറെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. മോഹൻലാൽ ഇതിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ്. എനിക്ക് ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക്
ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. കണ്ടോ, ഇവിടെ ഇദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുള്ളൊരു വാക്ക് ഇവരുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ ലാലേട്ടനോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് മേജർ രവി ആ ഒരു കാര്യം പറഞ്ഞത്? ശരിക്കും മേജർ രവിയുടെ ആ ഒരു വീഡിയോ തന്നെയാണ്, ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവന്നതിലെ. ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പൃഥ്വിരാജ് ഒരു വഞ്ചകൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു, ഒന്നും അറിയാതെ, ലാലേട്ടൻ ഒന്നും അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. ഇവിടെ ആന്റണി പെരുമ്പാവൂർ പറയുന്നു ഈ കഥയും കാര്യങ്ങളും ഒക്കെ എല്ലാ ഡീറ്റെയിൽസും ഇവർക്ക് അറിയാമായിരുന്നു. അത് ശരിയാണല്ലോ, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് കഥ അറിയാതെ എങ്ങനെയാണ് അത് അഭിനയിക്കാൻ കഴിയുക? അല്ല, ഇതിനകത്ത് ഭയം എന്നുള്ളതല്ല, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഞങ്ങളാരും. മോഹൻലാൽ സാറും അതെ, പൃഥ്വിരാജും അതെ. എൻ്റെ അനുഭവത്തിൽ ഇതുവരെയുള്ള അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല, അങ്ങനെയുള്ളൊരു അസോസിയേഷനിൽ നമ്മൾ പോയിട്ടില്ല. ഈ സിനിമ വന്നപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതിനകത്ത് സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടത്തിനെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു സിനിമ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കും ഒക്കെ ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. അത് 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇത് വേറെ ആരുടെയും നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഇനി ഫ്യൂച്ചറിലായാലും നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ആൾക്കാർക്ക്, ഏതൊരു ആൾക്കാർക്ക് വിഷമം ഉണ്ടായാലും അതിനെ അതുപോലെ തന്നെ സമീപിക്കണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ഈ വില്ലന്റെ പേരടക്കം മാറ്റുന്നുണ്ടോ? അത് നിങ്ങൾ അങ്ങനെ വലിയ ഒരു പ്രോബ്ലം ഉള്ള കാര്യമൊന്നും ഇല്ല. അങ്ങനത്തെ അല്ല, അങ്ങനെ ആരുടെ ആവശ്യമാണ് എന്ന് പറയാൻ പാടില്ല. ഇത് ഞങ്ങളുടെ അല്ല, അത് സിനിമയില് അല്ല, ഈ സിനിമ ഉണ്ടാകുന്ന സമയത്ത് എല്ലാം അത് ഈ മുൻകാലങ്ങളിലും നടന്നിരിക്കുന്നതാണ്. അപ്പം അത് ഏത് വിഭാഗത്തിൽപ്പെട്ട, ഇത് ഒരു പാർട്ടി അല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു വിഷമം ഉണ്ടായാൽ പോലും നമ്മൾ അതിനെ ചിന്തിക്കുകയും കറക്റ്റുകയും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അല്ല, അത് നമ്മൾ സിനിമ വരുന്ന സമയത്ത് നമുക്കറിയാം. ഈ ഒരു മലയാളത്തില് ഇപ്പോൾ ഇറങ്ങിയ ഒരു സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് തന്നെയായിരുന്നു എമ്പുരാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അതുപോലെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് ഇതിന്റെ തിരക്കഥ എഴുതിയതും. അതിന് എല്ലാ സിനിമാറ്റിക് എലമെന്റും ചേർത്ത് ഒരു പക്ക മോഹൻലാൽ മാസ് സിനിമയായിട്ട് തന്നെയാണ്, അതായത് വൃത്തിക്ക് തന്നെയാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത്. ഒരു മോഹൻലാൽ പടമാണെങ്കിൽ കൂടെ മഞ്ജു വാര്യർ അടക്കമുള്ള മറ്റു കഥാപാത്രങ്ങൾക്കും മികച്ച സ്ഥാനം തന്നെയാണ് നൽകിയത്. മേക്കിങ്ങിൽ പൂർണ്ണ പിന്തുണ നൽകുന്ന എഡിറ്റിംഗും അതുപോലെ തന്നെ സൗണ്ട് മിക്സിങ്ങും VFXും എല്ലാം ഇതിലുണ്ട്. അത് ആ ഒരു കാര്യത്തിലൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല, അതായത് അതിന്റെ ആ പെർഫെക്ഷൻ ഒന്നും അതിൽ കാണുന്നില്ല. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, സിനിമ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയെ ബഹിഷ്കരിക്കണമെന്ന് പോലെ, അതുപോലെ സെൻസർ ബോർഡിന് സെൻസ് ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് സിനിമയിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം തെറ്റാണ് എന്ന അഭിപ്രായമുണ്ടോ? പക്ഷെ അത് സിനിമയിലൂടെ ഉറക്കെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു എന്നതാണ് സത്യം. അപ്പോൾ വീണ്ടും ഒരു സംശയം, ഇതൊരു ജനാധിപത്യ രാജ്യം തന്നെയല്ലേ? ഇവിടെ എല്ലാ കലാരൂപത്തിനും അതിൻ്റെതായ സ്വീകാര്യതയുമുണ്ട് എന്ന് പറയുമ്പോഴും ഭരിക്കുന്ന പാർട്ടിക്കെതിരെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുണ്ട് എന്ന് പണ്ടെപ്പോഴോ മുരളി ഗോപി പറഞ്ഞത് ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും യോജിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആസിഫ് അലിയെ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമ പ്രവർത്തകർ ഒന്ന് വളഞ്ഞു പിടിച്ചു. ഈ ഒരു എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ആസിഫ് അലിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. പുള്ളിക്കാരൻ ആദ്യമേ പറഞ്ഞു കൊച്ചു പെരുന്നാളാണ്, ഈ ഒരു അവസരത്തിൽ എന്നെ ബലിയാടക്കല്ലേ എന്നുള്ള രീതിയിൽ. എന്തായാലും പുള്ളിക്കാരൻ പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എനിക്ക് വിവാദങ്ങളോട് അഡ്രസ് ചെയ്യാൻ താല്പര്യമില്ല. കാര്യം ഇതൊരു ചെറിയ പെരുന്നാളാണ്, വലിയ പെരുന്നാളല്ല, എന്നെ ബലി കൊടുക്കരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് പറയുമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന്, നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരുംവരായികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില കോമന്റ്സ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സിനിമയായിട്ട് തന്നെ കാണുക, അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം.
ഒരാളെ കുറ്റം പറയാൻ 5 or 6 പേര് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്ഥിരമായി കാണുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയില്ല. അപ്പോൾ അതിന്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളതും അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇപ്പം സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാവശ്യം അനുഭവിച്ച് കഴിഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായ ആളുകൾ കുറ്റം പറയുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ചുറ്റുമുള്ളവരും അവരെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഈ പോലീസുകാർക്ക് എന്താണ് ഈ ഒരു വീട്ടിൽ കാര്യം എന്ന് ചോദിച്ചതുപോലെയാണ് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും തെറ്റിപ്പിക്കാൻ എന്നതുപോലെ നടുവിൽ വീണ മേജർ രവിയോട് സ്വന്തം അഭിപ്രായം അങ്ങ് സ്വന്തമായി പറഞ്ഞാൽ പോരെയായിരുന്നു. അതിന് മോഹൻലാലിന്റെ പേര് വലിച്ചിഴക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? തിരക്കഥ കാണാതെയാണ് മോഹൻലാൽ അഭിനയിച്ചതെന്നോ പൃഥ്വിരാജ് അത് മറച്ചു വെച്ചോ എന്നോ മോഹൻലാൽ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അതിലില്ലാത്ത ഒരു പ്രശ്നമുണ്ടാക്കി ഒരു മാതൃകാ വികാരത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം ഈ ഒരു മേജർ രവിക്കുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ മോഹൻലാലിന്റെ ഖേദപ്രകടനം ഈ ഒരു പ്രശ്നങ്ങൾ തീരുമെങ്കിൽ അങ്ങ് തീർന്നോട്ടെ എന്ന് കരുതിയായിരിക്കും. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ആ ഒരു മാപ്പ് പറച്ചിൽ തന്നെ പറഞ്ഞത്. എന്നിരുന്നാലും അത് വേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നുണ്ട്. 47 വർഷം സിനിമ പോലുള്ള ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അതിലൂടെ തന്നെ സ്നേഹിച്ചവരോട് ഇങ്ങനൊരു പ്രകടനം നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത്. ഒരു വിശദീകരണവും നൽകാതെ നിങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ നിങ്ങളെ ഇഷ്ടപ്പെട്ട മലയാളികൾക്ക് നിങ്ങൾ ചെയ്ത ഒരു കഥാപാത്രത്തിന്റെ പേരിൽ നിങ്ങളെ വെറുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും അവരുടെ ചോയ്സാണ്. സിനിമയെ സിനിമയായും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കാണുക. ഇത് പറഞ്ഞത് സത്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ ചൊറിയാതെ മിണ്ടാതിരുന്നാൽ അത് അതിന്റെ പാട്ടിന് അങ്ങ് പോയേനെ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതും സിനിമയ്ക്കൊരു മറ്റൊരു പ്രൊമോഷൻ ആണെന്ന് പറയാതെ വയ്യല്ലേ. വിവാദങ്ങൾ കത്തിക്കൊഴുക്കുമ്പോഴും ഇതിനിടയിൽ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ് ഇവർക്കും എന്താണ് പറയാനുണ്ട് എന്നുള്ള കാര്യത്തിലും ആരാധകർ ആകാംക്ഷയോടെ ഇവരുടെ FB പേജുകളിൽ നോക്കുമായിരുന്നു. പക്ഷെ പോയിട്ട് കാര്യമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും അവർ തങ്ങളുടെ പേജുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം.